സമയവും പോയി. ഇപ്പോഴാണ് ബസ്സും വരും. ഓ ഓ ഇവൻ എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. നീ എന്താടാ ബസ്സിന് പോവാത്തത്? ഒരു ബുക്ക് എടുക്കാൻ മറന്നു. ബുക്കാണോ ബുക്കിംഗ് ആണോ? ആ വന്നല്ലോ. ബസ് പോയല്ലോ. സുജിനും ബസ് കിട്ടിയില്ലല്ലേ? ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കും ബസ് പോയി. അതേതായാലും നന്നായി, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായേനെ. കുറച്ച് പ്രാക്ടിക്കൽ വർക്ക് തീരാനുണ്ടായിരുന്നു, അതാ വൈകിയേ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനിയിപ്പോ നമുക്കുള്ള ബസ് കിട്ടണമെങ്കിൽ ടൗണിൽ പോണം. ആ എങ്കിൽ നടക്കാം, വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. ഇന്നലെ യൂത്ത് ഫെസ്റ്റിവലിൽ താൻ പാടിയ പാട്ട് അടിപൊളിയായിരുന്നു. താൻ ശരിക്കും ഷൈൻ ചെയ്തിട്ടോ. ഓ താങ്ക് യു. പണ്ട് ഞാനും വലുപ്പമൊക്കെ പാടുമായിരുന്നു. ആണോ? എന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ പാടുകയാണോ അതോ പറയുകയാണോ എന്ന് മനസ്സിലാകുന്നില്ലെന്ന് പലരും പറഞ്ഞപ്പോ ഞാൻ തന്നെ അങ്ങ് നിർത്തി. അതേതായാലും നന്നായി. ഈ പാട്ട് പാടുക എന്നൊക്കെ പറയുന്ന ഒരു കഴിവാ, അതെല്ലാവർക്കും കിട്ടില്ല. ഇന്നലെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ പുറത്തെന്തോ ഒരു വലിയ ബഹളം കേട്ടല്ലോ, എന്തായിരുന്നത്? അത് കുറച്ച് അലമ്പ് പിള്ളേര് ഡ്രഗ്സ് അടിച്ച് കോളേജിൽ നിന്നുണ്ടാക്കിയ പ്രശ്നങ്ങളാ. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മുടെ കോളേജിലോ? ആ ഈ അടുത്ത കാലം വരെ ഇല്ലായിരുന്നു. ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ഇതാ അവരൊക്കെ ഉണ്ടോ? നമ്മുടെ മിഥുൻ. എന്താ മക്കളെ, ഒരു പരിചയമില്ലാത്തവനെ? ഇത് ഞാൻ തന്നെയാടാ. പണ്ട് ഞാനൊരു നല്ല കാര്യം പറഞ്ഞപ്പോ നിങ്ങളാരും സമ്മതിച്ചില്ല. അവസാനം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. ഇഷ്ടം പോലെ പണവും കിട്ടി. എന്ന് വെച്ച് ഞാനാരെയും മറന്നിട്ടൊന്നുമില്ല. ഞാനുണ്ടാക്കിയ പണം അത് നമുക്കുള്ള. നമുക്കിവിടെ അടിച്ച് പൊളിക്കാം. നമുക്കിവിടെ അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞൊക്കെ ശരി, പക്ഷേ എന്താടാ ഒരു പക്ഷേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ വേണ്ടടാ, ഈ പണത്തിന്റെ വിഹിതം നമുക്ക് വേണ്ട. അതെന്താടാ? ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതുകൊണ്ടാ? അല്ല, ഈ പണം ഇത് നീ ശരിയായ മാർഗത്തിലുണ്ടാക്കിയതല്ല, അതുകൊണ്ട് തന്നെ. അത് ശരി. അപ്പോൾ ഞാൻ ചെയ്തതെല്ലാം തെറ്റ്, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ശരി. കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള നിന്റെയൊക്കെ ജീവിതത്തെക്കുറിച്ച് വല്ലപ്പോഴും ഒന്ന് ഓർത്താൽ കൊള്ളാം. ശരിയാണ്, നമ്മൾ ഒരുമിച്ച് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭവിഷ്യത്ത് നമ്മെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ. പക്ഷേ നീ ഒരുപാട് കടന്നു ചിന്തിച്ചു. നീ സമ്പാദിച്ച പണത്തിന് ഒരുപാട് ആളുകളുടെ കണ്ണീരിന് നനവുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ കൊള്ളരുതാത്തവനായല്ലേ? എടാ അല്ല, അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. വേണ്ടടാ, എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ പണവും എൻ്റെ പ്രവൃത്തിയും ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അതെന്നെയും വേണ്ടെന്ന് തന്നെയാണ്. ഞാനത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല. എൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ സമ്പാദിച്ച പണം അവർ കൂടിയുള്ളതാണെന്ന് പറഞ്ഞിട്ട് പോലും അവരെന്നെ ഉൾക്കൊള്ളുന്നില്ല. നീ എന്തിനു വിഷമിക്കുന്നു? നീ പണം സമ്പാദിച്ചത് സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ അതോ നിന്റെ ഹൃദയത്തിൽ മുത്തം നൽകിയ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാനോ? അലീന അവൾക്ക് വേണ്ടി മാത്രം. എങ്കിൽ നീ ചെല്ല്, അഭിമാനത്തോടെ, സകലതും വെട്ടിപ്പിടിച്ച ഒരു യോദ്ധാവിന്റെ ആവേശത്തോടെ നിന്റെ അലീനയുടെ അരികിലേക്ക്.
ഹലീന, ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു. ആ, അതിന്റെ ഐശ്വര്യം കോളേജിലുണ്ടായിരുന്നു. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം തിരക്കിലായിരുന്നു. നമുക്ക് ജീവിക്കണ്ടേ, അല്പം ആർഭാടമായി തന്നെ. അറിഞ്ഞു, കുറെയൊക്കെ ബിസിനസ് നേരിൽ കാണുകയും ചെയ്തു. അത് ഞാൻ നീ ഇത്ര അധപ്പതിക്കുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. ഞാൻ പൊയ്ക്കോട്ടെ. ആ, നീ പൊയ്ക്കോടി. ജീവിക്കാൻ പണം വേണ്ടേ? വേണം. അതിന് മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഈ ഹീനമായ പ്രവൃത്തിയെ നീ കണ്ടല്ലോ. ഞാനിപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു. ഇനിയൊരിക്കലും അത്തരം മാർഗങ്ങളിലേക്ക് തിരിയുകയില്ല. നീ ഒരാൾ പിന്മാറിയത് കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി നീ വിചാരിച്ചാലും തടയാൻ പറ്റാത്ത വിധം ഒരു വലിയ ശൃംഖലയെ അവർ വളർന്നു. എന്നിട്ട് നിനക്കൊരു കുറ്റബോധവും ഇല്ലല്ലോ. എല്ലാം ഞാൻ നിനക്ക് വേണ്ടി, നീ എന്നിൽ നിന്നും അകലാതിരിക്കാൻ വേണ്ടി, നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി ചെയ്ത. അത്രയ്ക്ക് നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. നിന്റെ മധുരമായ സ്വരം ഇന്നെനിക്ക് ലഹരിയാണ്. നിന്റെ ഈ കണ്ണുകൾ മായാത്ത ഓർമ്മയായി എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. നീ എന്താ കരുതിയത്? പണമുണ്ടെങ്കിൽ ഏത് പെണ്ണും ഇഷ്ടപ്പെടുമെന്നോ? എങ്കിൽ നിനക്ക് തെറ്റി. ഒരിക്കൽ നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഒരുപാട്. നിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ ഇന്നെനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ്, ഭയമാണ് എനിക്ക് നിന്നെ. ഹേയ്, അവനെ വിളിക്കണ്ട. അവൻ ഇനി നമ്മുടെ ഉപഭോക്താവ് മാത്രം. നമുക്ക് വേണ്ടത് ഇവനെയല്ല, ഇവൻ കൊണ്ടുവന്ന ചുണക്കുട്ടികളെയാണ്. അബദ്ധം പണയുന്നത് പിന്നീടല്ലേ. ഇവിടെ സ്നേഹത്തിനോ ആത്മാർത്ഥതയ്ക്കോ സത്യസന്ധതയ്ക്കോ ഒന്നും സ്ഥാനമില്ല. സ്വന്തം സുഹൃത്തിന്റെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേരാൻ കഴിയാത്ത ഇവരാണോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ?
ഒരു പെണ്ണിന്റെ സ്നേഹത്തിന് വേണ്ടി ജീവിതം കളഞ്ഞ പരമ ഇവിടെ സ്നേഹത്തിനോ ആത്മാർത്ഥതയ്ക്കോ സത്യസന്ധതയ്ക്കോ ഒന്നും സ്ഥാനമില്ല. സ്വന്തം സുഹൃത്തിന്റെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേരാൻ കഴിയാത്ത ഇവരാണോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ? അബദ്ധം പണയുന്നത് പിന്നീടല്ലേ? മിഥുൻ വേണ്ട, നമുക്കിത് വേണ്ട. നീ സമ്പാദിച്ച പണത്തിന് ഒരുപാട് ആളുകളുടെ കണ്ണീരിന് നിലമുണ്ട്. ഇവിടെ സ്നേഹത്തിനോ ആത്മാർത്ഥതയ്ക്കോ സത്യസന്ധതയ്ക്കോ ഒന്നും സ്ഥാനമില്ല. നീ സമ്പാദിച്ച പണത്തിന് ഒരുപാട് ആളുകളുടെ കണ്ണീരിന് നിലമുണ്ട്. മിഥുൻ വേണ്ട, നമുക്കിത് വേണ്ട. എനിക്ക് അല്പം കാശുണ്ടാ കയ്യില്? ഇല്ല. ഫ്രീ ഒക്കെ തീർന്നു മോനെ. ഇനി ലൊക്കം കാശുണ്ടാ കയ്യുള്ളൂ. മാറിക്കണം കേട്ടോ. ഇനി നിന്റെ കാശുണ്ടാ? അപ്പന്റെ കാശാ, നീ സാധനം എടു.
എടാ ഒരു തവണ കൂടി കാശ് ഞാൻ അടുത്ത ദിവസം തരാം. അതൊന്നും നടപ്പില്ല മോനെ. റെഡി ക്യാഷിനുള്ള പരിപാടിയുള്ളൂ. അതുവരെ ഇത് ഞങ്ങളുടെ ഇരിക്കട്ടെ. അതിങ്ങ് താ, കാശ് ഞാൻ നാളെ തരാം. അടങ്ങ് മോനെ. എന്റെ അമ്മ എനിക്ക് കൂലിപ്പണി എടുത്ത് വാങ്ങിച്ചു തന്നതാ. അതിങ്ങ് താ. അത് പിന്നെ കഷ്ടപ്പെടാതെ വല്ലതും വാങ്ങാൻ പറ്റൂടാ. വിട്, ഞാൻ തരില്ല ഇത്. ഇപ്പോൾ വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാം ദൈവാനുഗ്രഹം. എല്ലാം ശരിയായിക്കോളും. ഇന്ന് വീട്ടിൽ പോകാം. പിന്നെ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം. അമ്മേ, അതൂടെ. ഏതായാലും നീ ബോസിനെ വിളി. ഹലോ, ഹായ്. യെസ്, യാ യാ. ബോസിന് കയ്യിൽ കൊടുക്കാം. അറിഞ്ഞു. തൽക്കാലം നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിന്ന് മാറി നിന്നു. കുറച്ച് പോലീസും അന്വേഷണമൊക്കെ കാണും. തിരിയൊന്ന് ശാന്തമായിട്ട് പുറത്തിറങ്ങിയാൽ മതി.
വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ മയക്കുമരുന്ന് ദുരന്തം. അമിതമായ അളവിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ ഏതാനും കോളേജ് വിദ്യാർത്ഥികളെ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോജോ വർഗീസ് ലൈനിലുണ്ട്. ഹലോ ജോജോ, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ? ഷൈൻ, ഞാൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ച് അബോധാവസ്ഥയിൽ കഴിയുന്ന ഏതാണ്ട് 20ഓളം വിദ്യാർത്ഥികളെ ഇടുക്കിയിലെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുമടക്കം ഒട്ടേറെ ആളുകൾ ഇതിനോടകം സംഭവസ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഒരു പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് താങ്കൾ ഇതിനെ എങ്ങനെ പ്രതികരിക്കുന്നു? അതിദാരുണമായ ഇത്തരം മയക്കുമരുന്ന് ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇത്തരം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ നെർക്കോട്ടിക്സ് കോഡിന്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്ന് കർശന നടപടി സ്വീകരിക്കണമെന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഈ ഫാഷൻ്റെ പുറകെ പോവുകയും ദോഷവശങ്ങൾ മനസ്സിലാക്കാതെ ഇതിലേക്ക് വഴുതി വീഴുകയാണ് ഒരു ഫാഷൻ പോലെ. അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് അവർ അറിയുന്നില്ല. കുട്ടികളാണ്. അത് തുടക്കത്തിൽ ചെറിയൊരു രസമായിട്ട് തുടങ്ങുകയും പിന്നെ അഡിക്ഷൻ ആകുകയുമാണ്, അടിമയായി പോവുകയാണ്. പിന്നെ അതിൽ നിന്ന് അവർക്ക് കരയേറാൻ പറ്റാതെ വരും. ഉദാഹരണത്തിന് മാൻഡിറ്റിസ് ആയിരിക്കും. നാം കഴിക്കുന്ന ഭക്ഷണം ശരിക്കായിട്ട് കഴിക്കാൻ പോലും വിശപ്പ് ഉണ്ടാകാതിരിക്കും. പിന്നീട് നിരന്തരമായിട്ട് അവരുടെ ബ്രെയിൻ ഡാമേജ് ചെയ്യുക വഴി എല്ലാ കാര്യങ്ങളും അവൻ്റെ കൊളാപ്സ് ആകുകയാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള മോചനത്തിന് വേണ്ടി മയക്കുമരുന്ന് രസമായിട്ട് തുടങ്ങുന്നത്. പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അത് വിടാതെ അതിന് അടിമപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പൊതുവായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുകയും ആ കുട്ടികളെ കൗൺസിൽ ചെയ്ത് നമ്മൾ നല്ല രീതിയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യാനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു രീതി നമുക്കുണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ കിട്ടിയത് മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചു. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി പ്രിൻസ് മാത്യു 20 വയസ്സാണ് മരിച്ചത്. ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ഫ്ലാഷ് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ നൌഷാദിനോടൊപ്പം ജോജോ വർഗീസ്. നൊമ്പരപ്പൂവുകൾ വിടരുന്നു വീണ്ടുമീ സന്ധ്യതൻ ഏകാന്ത വീഥികളിൽ വിഷാദഗീതങ്ങൾ വിരുന്നു വരുന്നൊരു വീണയിൽ മൗന സംഗീതമായി നൊമ്പരപ്പൂവുകൾ. പുഴയിലെയോളങ്ങൾ തീരം നനച്ചിട്ടു ഉണരാതെ നോക്കി നീ നിന്നതെന്തേ? പുഴയിലെയോളങ്ങൾ തീരം നനച്ചിട്ടു ഉണരാതെ നോക്കി നീ നിന്നതെന്തേ? കൈക്കുമ്പിളിൽ നിന്നും കൗമാര സ്വപ്നങ്ങൾ കൈവിട്ടു പോയതും നീയറിഞ്ഞോ? നൊമ്പരപ്പൂവുകൾ
മോഹന വീജിയിലെന്നും ഓമലായി തീർന്നൊരൻ കൂട്ടുകാരാ. ഓർമതൻ മോഹന വീജിയിലെന്നും ഓമലായി തീർന്നൊരൻ കൂട്ടുകാരാ. ഇരുൾ വീതിയിൽ എന്നെ തനിച്ചാക്കി ദൂരെ മറഞ്ഞു നീ പോയതെന്തേ? നൊമ്പരപ്പൂവുകൾ വിടരുന്നു വീണ്ടുമീ സന്ധ്യതൻ ഏകാന്ത വീഥികളിൽ. വിഷാദഗീതങ്ങൾ വിരുന്നു വരുന്നൊരു വീണയിൽ മൗന സംഗീതമ